ഹലോ, പറയൂ പറയൂ. നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറാനുള്ള കാരണം എന്തായിരുന്നു? അതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളല്ലേ. പുതിയതെന്തെങ്കിലും ചോദിക്കൂ. ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്. ഒറ്റവാക്കി പറഞ്ഞ ഇസ്ലാം ഒരു പേപ്പട്ടി മതമായതുകൊണ്ട് ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും. മുൻ കള്ളുകുടിയൻ എന്ന് പറയില്ല, എക്സ് ആൽക്കഹോളിക്, എക്സ് സ്മോക്കർ, എക്സ് കോൺവിക്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ല. എന്ന് പറഞ്ഞ മാതിരി എക്സ് മുസ്ലിം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിനക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എക്സ് കുടിയൻ, എക്സ് നന്നായിട്ട് അറിയായിരുന്നു ഈ ചോദ്യം തൊണ്ടേക്കറി കുരുങ്ങി. അത് വിട്, ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നോക്കണമെന്ന് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ കേൾക്കാത്തോണ്ട് എന്റെ കുഴപ്പമില്ല, അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാള്. ഇപ്പൊ ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവോ? ദൈവം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ശക്തി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്റെ ദൈവം ഡിങ്കനാണ്. ഡിങ്കനാണ് എന്റെ ദൈവം. ഡിങ്കൻ എന്ന് പറഞ്ഞാല് ഡിങ്കൻ അറിയില്ലേ? ഡിങ്കൻ അറിയില്ലേ? ഡിങ്കൻ എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന ചില ബാല മാസികകളിലൊക്കെ കാണാം. അങ്ങനത്തെ ആണോ? ഡിങ്കൻ തന്നെ എത്ര ഉണ്ട്? അത് പല സ്ഥലത്ത് പല രീതിയിൽ, തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ മാനിഫെസ്റ്റ്. ഇപ്പൊ അള്ളാഹു എന്ന് പറയുമ്പോ നിങ്ങളെ മനസ്സിലൊരു രൂപല്ലേ? ഇല്ല. നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? ഇല്ലേ? അങ്ങനെ പ്രത്യേക രൂപം കൽപ്പിക്കാൻ പാടില്ലല്ലോ. രൂപമില്ലാത്ത അരൂപിയല്ലേ അള്ളാഹ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല അസൽ നുണ പറയുന്നതാണ്. അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലൊരു രൂപം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയാണ്. നിന്നെ പോലൊരു മര കഴുതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ രൂപത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ? 2 വലത്തെ കൈ, അള്ളാഹുവിന് മറ്റേ കാലുണ്ട്, കൈയുണ്ട്. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല, നമ്മുടെ കൈ പോലെ അല്ല. അള്ളാഹുവിന് 2 വലത്തെ കൈയാണുള്ളതെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. അപ്പൊ നിങ്ങൾ പൊന്നാനി എന്ന് പറഞ്ഞു സ്ഥലം. പൊന്നാനിയില് കടപ്പുറത്ത് നിങ്ങൾ ഒരാൾ വന്ന് വഴി ചോദിക്കുകയാണ്. ഓക്കെ, എന്താണ് ബിനാനി കടപ്പുറം. അപ്പൊ നിങ്ങൾക്ക് വഴി അറിയാം. അതൊരു ഒരു റോട്ടിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാ ബിനാനി. വേറെ ആള് വന്നിട്ട് വഴി ചോദിക്കുകയാണ്. അയാൾ ഇടത്തോട്ട് തിരിയണമെന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് അയാളെ തിരുത്താണ്. അല്ല മോനെ, ഇടത്തോട്ടല്ല വലത്തോട്ടാണ് എന്ന് നിങ്ങൾ പറയണതിന് ആദ്യം നിങ്ങൾക്ക് ഈ ബിനാനി എവിടെയാണ് വലത്തോട്ട് തിരിഞ്ഞാൽ എത്തുക എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ഞാൻ കാഫിറിനെ കൊല്ലുന്ന സാധനം ഇസ്ലാമിൽ ഉണ്ടെന്ന് പറയുമ്പോ അതില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അപ്പൊ നിങ്ങളത് അറിയാതല്ലേ ഈ ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞ ആളെ തിരുത്താൻ വേണ്ടി വന്നത്? അപ്പൊ നിങ്ങൾ പഠിക്കണ്ടേ? പഠിക്കാം. അപ്പൊ പഠിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ട്.